അല്ല, പി കെ ബഷീർ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആളായിത്തീരുന്ന ഒരാളാണ്. ഒന്ന് മണ്ടത്തരവും, മറ്റൊന്ന് എന്താ പറയുക, പോക്രിത്തരവും. രണ്ട് തരങ്ങളാണ്. മണ്ടത്തരവും പോക്രിത്തരവും ചേർന്നാൽ പി കെ ബഷീറായി. അദ്ദേഹം മന്ത്രിയായത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളമുണ്ട്. നമ്മളെ കേസിൽ സാക്ഷി പറയാൻ വന്നാൽ ആരെങ്കിലും വന്നാലുണ്ടല്ലോ അവന്റെ കയ്യും കാലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന രീതിയാണ് പൊതുയോഗം. അദ്ദേഹത്തിന്റെ പൊതുയോഗം അങ്ങനെ കൊല്ലപ്പെട്ട ആളുകളുണ്ട്. അത്തരം കൊലപാതക കേസുകളിലൊക്കെ അദ്ദേഹം പ്രതിയായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഒന്ന് അദ്ദേഹത്തിൻ്റെത് ഈ പോക്രിത്തരമാണ് അദ്ദേഹത്തിന് കയ്യിലിരിപ്പ്. രണ്ട്, നിയമസഭയിൽ ഈ പി കെ ബഷീറിന്റെ പ്രസംഗം ശ്രദ്ധിച്ചില്ലേ, അത് ആഘോഷിക്കാൻ വേണ്ടി മുറിച്ചിടുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള ചാനലുകളുണ്ട് ഓൺലൈനിലൊക്കെ. അതെന്താ പണിയെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ വികലമായ മലയാളമേ പറയുള്ളൂ. ഞാൻ അതിനെ വികലം എന്ന് തന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേ പറയുള്ളൂ. അതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഞങ്ങളെ മലബാറിലൊക്കെ മലയാളം പഠിക്കുമായിരുന്നില്ല. അതിൻ്റെ ന്യായമുണ്ട്. ഇംഗ്ലീഷ് പഠിക്കൂല, കാരണം അത് ചെകുത്താന്റെ വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ്. മലയാളം നരകത്തിലെ ഭാഷയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷും പഠിക്കൂല, മലയാളം പഠിക്കൂല. ചുരുക്കത്തിൽ സ്കൂളിൽ പോകണമെന്നില്ല. പിന്നെ ക്രമേണയാണ് എത്രയോ മുസ്ലിം പരിഷ്കർത്താക്കൾ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയത്. ഇപ്പോ ഒന്നാലോചിച്ച് നോക്കും, ഇപ്പോ വന്ന് ഓടിക്കെത്തച്ചെത്തിയിട്ട് ഇപ്പൊ മറ്റാരെക്കാളും മുമ്പിലാണ് പഠിക്കുന്ന കാര്യത്തിൽ. ഇപ്പൊ ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് ഒരു കാലത്ത് കുറെ കാലത്ത് പെൺകുട്ടികൾ പഠിക്കണ്ട, വേണമെങ്കിൽ ആൺകുട്ടികൾ പഠിച്ചോട്ടെ എന്നായി. പിന്നെ പെൺകുട്ടികളെ പതൊക്കെ ചേർക്കാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ റാങ്കും അവർക്കായി. അപ്പോൾ മുഴുവൻ അട്ടിമറിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മലബാറിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നയിക്കുന്നത് ശരിക്കും പെൺകുട്ടികളാണ്. ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി. പക്ഷേ ആ കാലത്ത് മലയാളം പഠിക്കാൻ പോകാത്ത കാലത്ത് ഇനി കേട്ട മലയാളം തന്നെ അത് ശരിയായ ഉച്ചാരണം പഠിക്കാത്ത കാലത്ത് വികലമായി ഉച്ചരിച്ച് ശീലിച്ചത് യഥാർത്ഥ മലയാളമാണെന്ന് ധരിച്ചു പോയൊരു കാലമുണ്ട്. മാതൃഭാഷ ആണ് എന്നാണ് ഇപ്പൊ ഈ കുറെ ന്യായീകരണവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. പി കെ ബഷീറിനെ ഒരു പ്രവാചകനായി ഉയർത്തി കാണിച്ചിട്ട് മലയാള ഭാഷയുടെ പുതിയ അച്ഛനായി ഉയർത്തി കാണിച്ചുകൊണ്ട് പി കെ ബഷീറിനായിട്ട് പിടിച്ചു നടക്കുന്നുണ്ട്. മണ്ടത്തരമാണെന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ ഹീനമായൊരു പ്രവൃത്തിയാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.